എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും എയിം സ്റ്റഡി സെൻറ്ററിലേക്ക് സ്വാഗതം. ഐ എം ഡോക്ടർ വി ബാലകൃഷ്ണൻ, ഹാൻഡ്ലിംഗ് സൈക്കോളജി ക്ലാസ്സസ് അൺടിൽ ദി എക്സാമിനേഷൻ ഈസ് ഓവർ. ഓക്കെ, സോ ഇന്നത്തെ സ്നാപ്ഷോട്ട് വീഡിയോ, ഇന്നൊരു ചെറിയ ചോദ്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ചോദ്യം പറയാം. എബ്രഹാം മാസ്ലോയുടെ അഭിപ്രായത്തിൽ ഡെഫിഷ്യൻസി നീഡ് അല്ലാത്തതേത്? ഡെഫിഷ്യൻസി നീഡ് അല്ലാത്തതേത്? നമുക്കറിയാം, എബ്രഹാം മാസ്ലോ എന്ന് പറയുന്നത്, ഞാൻ പല വീഡിയോയിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എബ്രഹാം മാസ്ലോ ഒരു പ്രധാനപ്പെട്ട ഹ്യൂമനിസ്റ്റാണ്, അല്ലെങ്കിൽ ഹ്യൂമനിസം, അതായത് മാനവികതാവാദം എന്ന മനഃശാസ്ത്ര ശാഖ. അറിയാം, നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മനഃശാസ്ത്ര ശാഖയാണ് മാനവികതാവാദം. നമുക്കറിയാം, സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം, ബിഹേവിയറിസം, സൈക്കോ അനലിസം, ഗസ്റ്റാൾട്ട് സൈക്കോളജി, കോഗ്നിറ്റീവ് സൈക്കോളജി, കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്ന ഒരു പുതിയ ശാഖയാണ്, ഏറ്റവും കറണ്ടായിട്ടുള്ള മനഃശാസ്ത്ര ശാഖയാണ് ഹ്യൂമനിസം എന്ന് പറയുന്നത്. ഈ ഹ്യൂമനിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വക്താവാണ് നേരത്തെയുള്ള ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ഗോർഡൻ ആൽപോർട്ട്, വ്യക്തിത്വ പഠന രീതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഗോർഡൻ ആൽപോർട്ട്, അതായത് വ്യക്തിത്വത്തിൻ്റെ പേഴ്സണാലിറ്റി ഡിസ്പൊസിഷൻ തിയറിയുടെ വക്താവായ ഗോർഡൻ ആൽപോർട്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരാളാണ് എബ്രഹാം മാസ്ലോ. ഇവരൊക്കെ ഹ്യൂമനിസ്റ്റായ സൈക്കോളജിസ്റ്റുകളാണ്. ഇനി നൗ അവർ ക്വസ്റ്റ്യൻ ഈസ്, എബ്രഹാം മാസ്ലോയുടെ അഭിപ്രായത്തിൽ ഡെഫിഷ്യൻസി നീഡ് അല്ലാത്തതേത്? കമ്മിങ് ടു ദ ആൻസർ റൈറ്റ് നൗ. സീ ദിസ് വീഡിയോ, സീ ദിസ് ഫോട്ടോഗ്രാഫി. ഓക്കെ, രണ്ട് തരത്തിലുള്ള നീഡുകൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ നീഡ് ഹെറാർക്കി തിയറിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, 5 തരത്തിലുള്ള ആവശ്യങ്ങളാണ് ഒരു മനുഷ്യന് ആവശ്യമുള്ളത്. ഒന്ന്, നമുക്കറിയാം, ശാരീരിക ആവശ്യങ്ങൾ ഏറ്റവും താഴെയുള്ളത്, അതായത് ഫിസിയോളജിക്കൽ നീഡ്സ്. പിന്നെ അതിൻ്റെ മേലെയുള്ളത് സുരക്ഷാ ആവശ്യങ്ങൾ, ഓക്കെ, സേഫ്റ്റി നീഡ്സ്. പിന്നെ അതിൻ്റെ മുകളിലുള്ളത് സ്നേഹാവശ്യങ്ങൾ, ലവ് ആൻഡ് ബിലോങ്ങിങ്സ് നീഡ്സ്. പിന്നെ അതിൻ്റെ മേലെയുള്ളത് അഭിമാന ആവശ്യങ്ങൾ, അതായത് സെൽഫ് എസ്റ്റീം ആവശ്യങ്ങൾ. പിന്നെ ഏറ്റവും മേലെയുള്ളത് ആത്മസാക്ഷാത്കാരം ആവശ്യങ്ങൾ, ആത്മസാക്ഷാത്കാരം. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്കെല്ലാം അറിയാം. പക്ഷെ ചോദ്യം എന്താണ്? എബ്രഹാം മാസ്ലോയുടെ അഭിപ്രായത്തിൽ ഡെഫിഷ്യൻസി നീഡ് അല്ലാത്തത്? ഡെഫിഷ്യൻസി എന്ന് വെച്ചാൽ ഇല്ലായ്മ. അപ്പോൾ 2 തരം നീഡുകളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, 2 തരം ആവശ്യങ്ങളുണ്ട്. ഒന്ന് ഡെഫിഷ്യൻസി നീഡ്, ഇല്ലായ്മ ആവശ്യങ്ങൾ. ഒരു സാധനം നമുക്കില്ലെങ്കിൽ അത് ആവശ്യം ആയിട്ട് വരും. ഇനി ആ സാധനം ഇല്ലെങ്കിലും നമുക്ക് ബീയിങ് ചെയ്യാൻ പറ്റും, എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, യാതൊരു കുഴപ്പമില്ല. അപ്പോൾ 2 തരത്തിലുള്ള ആവശ്യങ്ങളുണ്ട്. ഒന്ന് ഇല്ലായ്മ ആവശ്യങ്ങൾ, മറ്റൊന്ന് ഇല്ലെങ്കിലും ഉണ്ടായാൽ നന്ന് എന്ന ഒരു ആവശ്യം. അതില്ലാത്തത് കൊണ്ട് ഒരു പ്രശ്നവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ഫർദർ മോർ ദാറ്റ് ഫിസിയോളജിക്കൽ നീഡ്, ശാരീരികമായ ആവശ്യങ്ങൾ. ഒരാൾക്ക് ഭക്ഷണം വേണം, അല്ലേ? ഭക്ഷണം വേണം, വെള്ളം വേണം, അങ്ങനെ ശാരീരികമായിട്ട് എന്തൊക്കെ ആവശ്യങ്ങൾ മനുഷ്യന് തോന്നുന്നുവോ അതൊക്കെ വേണം. നോക്കൂ, ബ്രീത്തിങ്, ഫുഡ്, വാട്ടർ, ക്ലോത്തിങ്, സ്ലീപ്പ്, ഇതൊക്കെ മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇതില്ലെങ്കിൽ മനുഷ്യൻ ബുദ്ധിമുട്ടും, അല്ലേ? നമുക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വിശപ്പ് വരും. ഉറക്കം ആവശ്യമാണ്, ഉറക്കാൻ പറ്റിയില്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇത് ശാരീരികമായ ആവശ്യങ്ങളാണ്. ഇത് ഇല്ലെങ്കിൽ, ഇത് ഇല്ലായ്മ ആവശ്യമാണ് കേട്ടോ. ഇത് ഡെഫിഷ്യൻസി നീഡാണ്. അതില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഓക്കെ, രണ്ടാമത്തെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി.
ഹെൽത്ത് വേണം, എംപ്ലോയ്മെൻറ്റ് വേണം, പ്രോപ്പർട്ടി വേണം, ഫാമിലി വേണം, സോഷ്യൽ എബിലിറ്റി വേണം. ഇതും ഒരു ഇല്ലായ്മ ആവശ്യങ്ങളാണ്, സുരക്ഷാ ആവശ്യങ്ങൾ. അല്ലേ? നമ്മൾ ഭക്ഷണം കഴിച്ചു എന്ന് വെച്ചാൽ നമുക്ക് രാത്രി സുരക്ഷിതമായി ആരും ആക്രമിക്കാതെ അല്ലെങ്കിൽ ആരെയും അങ്ങോട്ട് ആക്രമിക്കാൻ പോകാതെ സുരക്ഷിതമായി നമുക്ക് എവിടെയെങ്കിലും നമുക്കൊരു ഷെൽട്ടർ ആവശ്യമാണ്. അല്ലേ? അത് മനുഷ്യന് മാത്രമല്ല, മൃഗങ്ങൾക്കും ആവശ്യമാണ്. വലിയ വലിയ സിംഹവും പുലിയും ഒക്കെ എന്ത് ചെയ്യാണ്, മറ്റു മൃഗങ്ങളെയൊക്കെ, ചെറിയ ചെറിയ മൃഗങ്ങളെയൊക്കെ വേട്ടയാടി കഴിച്ചതിന് ശേഷം ഏതെങ്കിലും മരക്കൊമ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊത്തിലോ പോയി ഒളിക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്? ബിക്കോസ് ഓഫ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. അതായത് നിങ്ങൾ കരുതരുത് ഇത് മനുഷ്യൻ്റെ മാത്രം ആവശ്യമാണ് എന്ന്. ഇത് എല്ലാ ജീവജാലങ്ങളുടെയും ആവശ്യമായിട്ടാണ് അബ്രഹാം മാസ്ലോ നമ്മുടെ മുന്നിലേക്ക് വെച്ചത്. അടുത്തൊരാവശ്യമാണ് ലവ് ആൻഡ് ബിലോങ്ങിങ്സ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ആഗ്രഹം, ആവശ്യം. അതെല്ലാവർക്കും ആവശ്യമാണ്. കുടുംബം പോലുള്ള സാമൂഹ്യ സ്ഥാപനങ്ങളൊക്കെ മുന്നോട്ട് വന്നത് ഈ ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. സോ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ഒരാഗ്രഹം, ഒരാവശ്യം മനുഷ്യരുണ്ട്. അതില്ലെങ്കിൽ അതൊരു ഡെഫിഷ്യൻസി നീഡ്. അപ്പോൾ ഇതും ഡെഫിഷ്യൻസി നീഡാണ്. പിന്നെയുള്ളത് സെൽഫ് എസ്റ്റീം, കോൺഫിഡൻസ്, അച്ചീവ്മെൻറ്റ്, റെസ്പെക്ട് ടു അതേഴ്സ്, ആൻഡ് നീഡ് ടു ബി യുണീക്ക് ആൻഡ് നീഡ് ടു ബി റെസ്പെക്റ്റഡ്. അല്ലേ? എല്ലാവരാലും ബഹുമാനിക്കപ്പെടാനും ആദരിക്കപ്പെടാനും ആത്മവിശ്വാസത്തോടെ ജീവിക്കാനും അതേപോലെ തന്നെ ആത്മാഭിമാനത്തോടെ ജീവിക്കാനും അഭിമാനം പണയപ്പെടുത്താതെ ജീവിക്കാനുമുള്ള ഒരു ആവശ്യം മനുഷ്യനുണ്ട്. അതും ഡെഫിഷ്യൻസി നീഡാണ്. സോ ആദ്യത്തെ 4 നീഡുകൾ ഡെഫിഷ്യൻസി നീഡാണ്. ഇനി നിങ്ങൾ ആലോചിക്കുക, അടുത്ത ഏറ്റവും ടോപ്പിലുള്ളതാണ് ആത്മസാക്ഷാത്കാരം. ഈ ആത്മസാക്ഷാത്കാരം ലഭിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ യാതൊരു പ്രയാസവും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. അതായത് മൊറാലിറ്റി, ക്രിയേറ്റിവിറ്റി, സ്പോണ്ടേനിറ്റി, അക്സെപ്റ്റൻസ്, എക്സ്പീരിയൻസ്, പർപ്പസ്, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കില്ലെങ്കിലും, സെൽഫ് ആക്ച്വലൈസേഷൻ, ആത്മസാക്ഷാത്കാരം ഇല്ലെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാം. പക്ഷേ ഈ 4 ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി പറ്റില്ല. സോ ആദ്യത്തെ 4 ഇല്ലായ്മയിൽ നിന്നുണ്ടാവുന്ന ആവശ്യങ്ങളാണ്. അതുകൊണ്ട് അതിന് നമ്മൾ ഡെഫിഷ്യൻസി നീഡ് എന്ന് പറയുന്നു. മറ്റേ ഏറ്റവും ടോപ്പിലുള്ള ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ നല്ലത്, ബീങ് നീഡാണത്. ഓക്കെ? അപ്പം ചോദ്യം എന്താണ്? ചോദ്യം, അബ്രഹാം മാസ്ലോയുടെ അഭിപ്രായത്തിൽ ഡെഫിഷ്യൻസി നീഡ് അല്ലാത്തത് ഏത്? ഡെഫിഷ്യൻസി നീഡ് അല്ലാത്തതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പാകെ വരും. ആൻഡ് ടുഡേ ഐ എം സൈനിങ് ഓഫ് ദിസ് വീഡിയോ ഫോർ എയിം സ്റ്റഡി സെൻറ്റർ പാലക്കാട്.